ഗുഡ് ഈവനിങ്. നമ്മൾ നോക്കുന്നത് ഇത് 2022 നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2022, 23 ഇപ്പോൾ 24 അല്ലേ. അപ്പം ഒരു 2021 മുതലുള്ള ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള അതേ പാറ്റേണിലുള്ള ഒരു ഏകദേശം ഒരു 60% അല്ലെങ്കിൽ 70% ക്വസ്റ്റ്യൻസും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ചോദിക്കാറുള്ളത്. ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് പഠിക്കുക, അതിലെ പ്രോബ്ലംസും അതിലെ തിയറീസും വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 80-ൽ ഒരു പകുതി മാർക്ക്, ഇല്ലെങ്കിൽ 50 മാർക്ക്, 80 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എങ്കിലും അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ നിങ്ങളൊരു 3 വർഷം പിന്നിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് തുടങ്ങാം. പ്രോബ്ലം തിയറി ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം തുടങ്ങാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, പാർട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. 15 ക്വസ്റ്റ്യൻസും ഫസ്റ്റ് പാർട്ട് ഒരു പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഒരു പാസ്സാകണം, മിനിമം പ്രോബ്ലം പേപ്പർ ടഫ് ഉള്ള ഒരു കുട്ടിക്കും ഈസി ആയിട്ട് പാസ്സാകാം ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട്. എന്തുകൊണ്ട്? കാരണം പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനകത്തും പാർട്ട് എ ക്വസ്റ്റ്യൻസിനകത്തും തിയറി ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. പാർട്ട് എയിൽ നമുക്ക് 15 തിയറി ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടും? 15-ന് നമുക്ക് മാക്സ് സീലിംഗ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു 25 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 15 എണ്ണം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 ഷുവർ ആയിട്ട് കിട്ടും. 25 ഷുവർ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി പാസ്സാണ്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് തന്നെ നിങ്ങൾക്ക് തിയറി പഠിക്കാൻ സാധിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ട് പഠിക്കുകയും അതുപോലെ തന്നെ ഇനി ഇന്നത്തെ ക്ലാസ്സും ഒക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തോൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി കിട്ടും. ഓക്കെ, പിന്നെ ഹൈ മാർക്കിന് വേണ്ടിയിട്ട് പ്രോബ്ലംസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്ന് മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. ഓക്കെ, അപ്പം അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു റിവിഷൻ എന്ന നിലയ്ക്ക് ആണ് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, അഡ്വാൻറ്റേജ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി അവര് ഇഷ്യൂ ചെയ്തിട്ടുള്ള അവരുടെ ഷെയർ മാർക്കറ്റിൽ നിന്നും തിരിച്ചു വാങ്ങുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതിന്റെ പേര് തന്നെ എന്താണ്? ബൈ ബാക്ക് എന്നാണ്, തിരിച്ചു വാങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നിന്നും കമ്പനി ഓൾറെഡി ഇഷ്യൂ നടത്തിയിട്ടുള്ള, അതായത് കമ്പനി ഇതുപോലെ തിരിച്ചു കൊടുക്കുന്നതിനെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ പഠിക്കുന്നത് റിഡംഷൻ എന്നുള്ള ടേമും ആയിരുന്നു. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ഇതൊക്കെ റീപേയ്മെന്റ് ആണ്. പക്ഷേ കമ്പനി ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് തിരിച്ചു വാങ്ങുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്തുമ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഓക്കെ, നോക്കാം. എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത്? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഒന്ന്, ഇൻക്രീസസ് ദി വാല്യൂ ഓഫ് റിമൈനിങ് ഷെയർസ്. അതായത് കമ്പനി എന്താ ചെയ്യുന്നത്? ബൈബാക്ക് നടത്തുന്നതിലൂടെ കമ്പനിയുടെ തന്നെ ഷെയർ തിരിച്ചു വാങ്ങുകയാണ്. അപ്പം ഒരു 1000 ഷെയർ കമ്പനി ഇഷ്യൂ നടത്തിയതിൽ കമ്പനി എന്ത് ചെയ്യുന്നു? അതിലൊരു 200 ഷെയർ തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇനി കമ്പനിയുടെ കയ്യിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് എത്ര പേരെ ഉണ്ടാവുള്ളൂ? 800 പേരെ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി ഉണ്ടാകുന്ന ലാഭം ആ 1000 പേർക്ക്, നേരത്തെ 1000 പേർക്ക് വിധിച്ചു കൊടുക്കണമായിരുന്നു, ഇപ്പൊ ആർക്ക് വിധിച്ചു കൊടുത്താൽ മതി? ബാക്കിയുള്ള 800 പേർക്ക് വിധിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യാൻ ഇടയാക്കും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. 2, ഇംപ്രൂവ് ഫിനാൻഷ്യൽ റേഷ്യോസ്. ഫിനാൻഷ്യൽ റേഷ്യോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏണിംഗ് പെർ ഷെയർ, അതിലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതായത് ഒരു ഷെയറിന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഷെയർ, അതുപോലെ തന്നെ ഒരാൾക്ക് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ആ റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്തുന്നതിലൂടെ. ദെൻ പ്രൊവൈഡ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ ഈ ക്യാഷ് ബാലൻസ്, അല്ലെ, അതായത് നമുക്കൊരു പണത്തിന്റെ ആവശ്യം വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ സ്വർണ്ണമല്ല,
സ്വർണം നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള സാധനം നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റാത്ത ഒരുപാട് മെഷീനറീസും ഒരുപാട് അങ്ങനെയുള്ള ബിൽഡിങ്ങും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബിൽഡിംഗ് ഉള്ളത് കൊണ്ടും ഒരുപാട് മെഷീനറീസ് ഉള്ളത് കൊണ്ടും എന്താണ് എനിക്ക് കാര്യമുണ്ടാവില്ല. ചില സമയത്ത് ക്യാഷിന്റെ സാധനത്തിന് ക്യാഷ് തന്നെ വേണം. ഓക്കെ. അപ്പൊ അങ്ങനെ ലിക്വിഡിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എന്ത് സഹായിക്കും? ബൈബാക്ക് ഓഫ് ഷെയർസ് സഹായിക്കും. ദെൻ പ്രിവെന്റ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ, അതായത് നമ്മുടെ ബിസിനസ്സിനെ നമ്മളറിയാതെ എന്താണ് മറ്റുള്ളവര് ടേക്ക് ഓവർ ചെയ്തു പോകും. നമ്മുടെ കയ്യിൽ നിന്നും കൺട്രോൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കും. അതിന് സഹായിക്കും. ദെൻ ഒപ്റ്റിമൈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഒരു നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയും. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടത്തിന്റെ തോതും അതുപോലെ തന്നെ ഓണറുടെ ഫണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് 2:1 ആണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ അനുവദിക്കുന്ന ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുന്നത്. 2:1, അതായത് കടം 2 രൂപയാണെങ്കിൽ 1 രൂപയെങ്കിലും എന്തുണ്ടാകണം? സ്വന്തം ഫണ്ട് ഉണ്ടാകണം. ഓക്കെ. അപ്പം ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് സഹായിക്കും? ബൈബാക്ക് ഓഫ് ഷെയർസ് സഹായിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ മിനിമം ഒരു 4 അഡ്വാൻറ്റേജ് എങ്കിലും എഴുതിയാൽ മതി. ഇത്രയൊക്കെ എക്സ്പ്ലനേഷൻ എഴുതണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ. പക്ഷേ ഞാൻ ഈ എക്സ്പ്ലനേഷൻ ഇവിടെ ഇട്ടതിന്റെ കാരണം നിങ്ങൾക്ക് ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താം? ഇതുപോലെ പോയിന്റ് ചെയ്താൽ പ്ലസ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാം. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ല, പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ 1, 2, 3, 4 പോയിന്റുകൾ മാത്രം തന്നെ എഴുതിയാൽ മതി. പക്ഷെ ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആൻസർ തയ്യാറാക്കിയിട്ടുള്ളത്. ചിലപ്പം നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ എന്താണ് പോയിന്റ് പ്ലസ് എക്സ്പ്ലനേഷനും കൂടി വെക്കുക. ഓക്കെ. ഇതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ പാരഗ്രാഫിൽ ചോദിക്കാം, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്? അല്ലെ, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതാണ്. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. റിഡംഷൻ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിഡംഷൻ എന്ന വാക്കിൽ റീ വെച്ച് മനസ്സിലാക്കിയാൽ മതി. റീപേയ്മെന്റ്, അതായത് ഇനി എന്താണ്? റീപേയ്മെന്റ് ടു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത് ഷോർട്ടായിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്? നോക്കൂ. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് മീൻസ് റീപേയിങ് ദി ബോറോഡ് മണി ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആസ് പെർ ദി അഗ്രീഡ് ടേംസ്. ഇറ്റ് ഹാപ്പൻ ഓൺ മെച്യൂരിറ്റി അറ്റ് ദി എൻഡ് ഓഫ് ദി ടേം or earlier. This helped the company clear its debt and reduce liability. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് പണം ആവശ്യം വരുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും? ഡിബഞ്ചർ ഇഷ്യൂ നടത്തും. കടപ്പത്രം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. ഡിബഞ്ചർ ഇഷ്യൂ നടത്തിയിട്ട് കമ്പനി പണം കണ്ടെത്തും. ഓക്കെ. ആ കണ്ടെത്തിയ അല്ലെങ്കിൽ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ആ ഡിബഞ്ചർ ഹോൾഡർക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ. അതിനെയാണ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയാം. അപ്പൊ മെച്യൂരിറ്റി പീരീഡിൽ തിരിച്ചു കൊടുക്കും ഒന്നുകിൽ, അതല്ലെങ്കിൽ എന്താണ്? ആ ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ടാകും. ആ പറയുന്നത് പ്രകാരം എന്ത് ചെയ്യും? അതിന്റെ റിഡംഷൻ നടത്തും. ഓക്കെ. അപ്പൊ റിഡംഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? റീപേയിങ് ദി ബോറോഡ് മണി ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും കടമായിട്ട് മേടിച്ചിട്ടുള്ള ആ പണം ഡിബഞ്ചർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബോണസ് ഷെയർസ്? ഈ ബോണസ് ഷെയർസിന്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട് കേട്ടോ. പാരഗ്രാഫ് പാർട്ട് ബിക്ക് അകത്ത് ഇതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കാം ഏതായാലും. വാട്ട് ഈസ് ബോണസ് ഷെയർസ്? ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേര് തന്നെയുണ്ട് ബോണസ്. ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ചാപ്റ്റർ ആണ്? മൂന്നാമത്തെ ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ അവിടെ നിൽക്കട്ടെ. ജസ്റ്റ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രീ ഓഫ് കോസ്റ്റിന് ഒരാൾക്ക് ലഭിക്കുന്ന ഇതെന്തോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബോണസ് എന്ന് പറയാം. അല്ലെ? ഫ്രീ ഓഫ് കോസ്റ്റ് മീൻസ് എന്താണ്? നമ്മുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ ചെലവും ഇല്ലാതെ നമുക്ക് ലഭിക്കുന്നത് എന്തോ. അപ്പൊ ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ എന്താണ്? ഫ്രീ ഓഫ് കോസ്റ്റിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന അഡീഷണൽ ഷെയർസിനെ വിളിക്കുന്നവരാണ് എന്ത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻസർ നോക്കാം. നോക്കൂ. ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഗിവൻ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഫ്രീ. അതായത് നമ്മൾ പേയ്മെന്റ് ഒന്നും നടത്തിയിട്ടല്ല നമുക്ക് ലഭിക്കുന്നത്. എന്താണ്? നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അതായത് കമ്പനിയുടെ കയ്യിൽ എന്തുണ്ടാകും? പ്രോഫിറ്റ് കുറച്ചധികം ഉണ്ടാകും.
ഓക്കെ. ആ പ്രോഫിറ്റ് ഉണ്ടായിട്ടും കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് പ്രോഫിറ്റിന്റെ ഷെയർ ഡിവിഡൻഡ് ഒന്നും നൽകുന്നില്ല എങ്കിൽ അത് പബ്ലിക്കിനിടയിൽ എന്തുണ്ടാകും? ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കും. ഓക്കെ. കാരണം ഇത്രയൊക്കെ ലാഭം ഉണ്ടായിട്ടും എന്താണ് കമ്പനി എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകും. പക്ഷെ കമ്പനി അത് കൊടുക്കാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ്? കമ്പനിയുടെ ക്യാഷ് ബാലൻസ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഷെയർ കൊടുക്കുക, അഡീഷണൽ ഷെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ പേരിന് എന്താണ് ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് അയാളുടെ പേരിലേക്ക് ആക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് പണം ഒന്നും എടുത്തു കൊടുക്കുന്നില്ല. അപ്പൊ കമ്പനിയുടെ കയ്യിൽ നിന്നും എന്താണ് പണമറ്റ് പുറത്തേക്ക് പോവുകയുമില്ല. എന്നാൽ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് ഈ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇതിനകത്ത് പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ ഞാനത് പറയാം അതിന്റെ ബാക്കി ഭാഗങ്ങൾ. ഇപ്പം ബോണസ് ഷെയർസ് 2 മാർക്കിന് ഇത്രയൊക്കെ എഴുതിയാൽ മതിയാകും. ഓക്കെ. ദെൻ അടുത്തത് വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്? ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത്? നോക്കൂ, കമ്പനിയുടെ കയ്യിൽ എക്സസ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ, കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് വളരെ അധികം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? ബോണസ് ഷെയർ ഇഷ്യൂ നടത്തേണ്ടി വരും. അങ്ങനെ ഇഷ്യൂ നടത്താതിരിക്കുമ്പോൾ എന്തുണ്ടാകും? അത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഒരു അസംതൃപ്തി, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അത് കമ്പനിയുടെ വാല്യൂ, ഷെയറിന്റെ വാല്യൂ കുറയ്ക്കാൻ ഇടയാകും. അപ്പൊ കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് അധികമായിട്ടുണ്ട് എങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നതാണ് കമ്പനിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ നല്ലത്. ഓക്കെ. പിന്നെ റിവാർഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു റിവാർഡ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ ദെയർ ട്രസ്റ്റ് ഇൻ ദി കമ്പനി. അപ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള ഒരു റിവാർഡ് ആയിട്ടാണ് ഈ ബോണസ് ഷെയറിനെ കണക്കാക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ആ കമ്പനിയെ വിശ്വസിച്ച് തന്റെ പണം ഏൽപ്പിച്ചിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ഒരു റിവാർഡാണ് എന്ത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇക്വിറ്റി ബേസ്. ഇറ്റ് ഇൻക്രീസ് ദ കമ്പനി ഷെയർ ക്യാപിറ്റൽ ഇംപ്രൂവിംഗ് ഇറ്റ്സ് മാർക്കറ്റ് ഇമേജ്. അതായത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ ഇക്വിറ്റി ബേസ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ അത് കാരണം തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ഇമേജ് അല്ലെങ്കിൽ എന്താണ് റെപ്യൂട്ടേഷൻ വർദ്ധിക്കാൻ അത് ഇടയാക്കും. അപ്പൊ ഈ സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ. ദെൻ വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? ബോണസ് ഷെയർസ് ഉള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. നോക്കി, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. അല്ലെ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, സർക്കംസ്റ്റാൻസസ് തന്നെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഒന്ന്, നോ അഡീഷണൽ കോസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് എക്സ്ട്രാ ഷെയർ വിത്തൗട്ട് പേയിങ് എനിത്തിങ്. അതായത് ഒന്നും നൽകാതെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടും? ഒരു പുതിയ ഷെയർ ലഭിക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ഗുണം എന്താണ്? ഫ്രീ ഓഫ് കോസ്റ്റിൽ പുതിയ ഷെയർ ലഭിക്കുന്നു. ഇൻക്രീസ് വെൽത്ത് സമ്പാദ്യം വർദ്ധിക്കുന്നു അല്ലെ. പിന്നെ സ്ട്രോങ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ഇറ്റ് ഷോസ് ദാറ്റ് ദ കമ്പനീസ് ഹാവ് സഫിഷ്യന്റ് റിസർവ് ആൻഡ് പ്രോഫിറ്റ്. അതായത് കമ്പനിക്ക് ആവശ്യത്തിനുള്ള റിസർവും പ്രോഫിറ്റും ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് സ്ട്രോങ് ആക്കും ഉണ്ട് എന്നുള്ളത് ഒരു തെളിവാണ് എന്ത്? ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കി, ആ ക്വസ്റ്റ്യനും ഏത് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്? മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് അല്ലെ. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഷെയർസ് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര് അല്ലെ. ആ ചാപ്റ്ററിൽ നിന്ന് ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആവുന്നത് നോക്കി. ഡിഫൈൻ റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ കമ്പനിക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യം വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു? പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിക്കുന്നു. കമ്പനി അങ്ങനെ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിക്കുമ്പോൾ അത് പബ്ലിക്കിന് നൽകുന്നതിന് മുമ്പ് നിലവിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കും, നിങ്ങൾക്ക് വേണോ ഈ ഷെയർ? നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഒരു 30 രൂപയ്ക്കാണ്. പക്ഷെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 രൂപയ്ക്ക് ഈ ഷെയർ തരാം. ആദ്യം അവരോട് ചോദിച്ചിട്ട് അവർക്ക് വേണ്ട എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പുറത്തേക്ക് നൽകുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അവരോട് ആദ്യം ചോദിക്കുക എന്ന് പറയുന്നതാണ് എന്ത്? അവിടെ റൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ അവകാശമാണ്. അപ്പോൾ പുതിയൊരു ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് ആദ്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. ആ അവകാശത്തെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ അവകാശത്തിലൂടെ ലഭിക്കുന്ന ഷെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് നോക്കാം. റൈറ്റ് ഷെയർസ് ആർ ന്യൂ ഷെയർസ് ഓഫേർഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. അല്ലെ, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് യഥാർത്ഥ വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് പുതിയ ഷെയർ ഓഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ബൈ ദീസ് ഷെയർസ് ബിഫോർ ദ കമ്പനീസ് ഓഫർ ദം ടു പബ്ലിക്.
അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്തിനുള്ള അവകാശമുണ്ട്? കമ്പനി ആ ഷെയർ പബ്ലിക്കിന് നൽകുന്നതിന് മുമ്പ്, പുറത്തേക്ക് നൽകുന്നതിന് മുമ്പ് ആ ഷെയർ വാങ്ങാനുള്ള അവകാശം ആർക്കുണ്ട്? നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് റൈറ്റ് എന്ന്, അവകാശം ഉള്ള ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ദെയർ ഓണർഷിപ്പ് പെർസെൻറ്റേജ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? കമ്പനിയിൽ കമ്പനിയിൽ പുതിയൊരു ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് ആ ഷെയർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഓണേഴ്സ് വീണ്ടും എണ്ണം കൂടാണ്, ഓണേഴ്സിന്റെ എണ്ണം അല്ലെ. അപ്പൊ നമ്മുടെ ഹോൾഡ് കുറയുക ചെയ്യുക. പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മുടെ ഹോൾഡ് കുറയും. അപ്പോൾ റൈറ്റ് ഷെയർസ് നമ്മൾ തന്നെ വാങ്ങുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ഹോൾഡ് അതുപോലെ നിലനിർത്താൻ അവിടെ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നോക്കി, വീണ്ടും ആ ചാപ്റ്റർ. അപ്പൊ നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 7ാമത്തെ ക്വസ്റ്റ്യൻ വരെ എന്താണ്? സെയിം ചാപ്റ്ററിനാണ് വന്നത്. നോക്കൂ, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഇഷ്യൂ ടു കമ്പനീസ്. റൈറ്റ് ഷെയർ ഇഷ്യൂ നടത്തുന്നതിലൂടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതിയിട്ടുണ്ടാകും? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇത് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നോക്കി എത്ര ഒരു 1, 2, 4, 6, 8, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ നമുക്ക് ഇതിനകത്ത് വന്നു. 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് വന്നു. ഇനിയും വരുന്നുണ്ട് ആ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ റൈറ്റ് ഇഷ്യൂ നടത്തിയപ്പോൾ റൈറ്റ് ഇഷ്യൂ നടത്തുന്നതോടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണ്? എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഓക്കെ, ഒന്ന് ക്വിക്ക് ഫണ്ട്. കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് അത് മാർക്കറ്റിലേക്കാണ് ഇഷ്യൂ നടത്തുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണം. ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ആ ഷെയർസ് ഒരു ദിവസം എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആവും, നോട്ടീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വിടണം. അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഫണ്ട് ഷെയർസ് ആര് വാങ്ങണം? ഷെയർ ഹോൾഡേഴ്സ് വാങ്ങണം. എന്നിട്ടൊക്കെ ഫണ്ട് അല്ലെങ്കിൽ എന്താണ് പബ്ലിക് വാങ്ങണം. എന്നിട്ടൊക്കെ അതിൽ നിന്ന് ഫണ്ട് കമ്പനിയിലേക്ക് എത്തുള്ളൂ. അപ്പം അതിന് പകരം എന്താണ്? നിലവിലുള്ള കമ്പനിക്ക് അറിയാവുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആ ഷെയർ വാങ്ങുമ്പോഴുള്ള ഗുണം എന്താണ്? കമ്പനിക്ക് എളുപ്പത്തിൽ ഫണ്ട് ലഭിക്കും. ഓക്കെ, അതാണ് ക്വിക്ക് ഫണ്ട്, വേഗത്തിൽ ഫണ്ട് ലഭിക്കാൻ ഇടയാക്കും. മറ്റൊരു ഗുണം എന്താണ്? ലോവർ കോസ്റ്റ്. അതായത് പബ്ലിക്കിലേക്ക്, പുറത്തേക്കാണ് കമ്പനി ഷെയർ ഇഷ്യൂ നടത്തുന്നതെങ്കിൽ അതിന് ചെലവ് കൂടുതലാണ്. കാരണം പരസ്യം കൊടുക്കേണ്ടി വരും, എന്താണ് ഷെയർ മാർക്കറ്റിൽ ഇത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഷെയർ മാർക്കറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഷെയർ ബ്രോക്കേഴ്സ് അവർക്ക് എന്താണ്? കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ത് പുറത്തേക്ക് പബ്ലിക്കിലേക്ക് നൽകുന്ന സമയത്ത്. പക്ഷേ റൈറ്റ് ഷെയർസ് ആവുന്ന സമയത്ത്, റൈറ്റ് ഇഷ്യൂ ആവുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണ്? കമ്പനിക്ക് അറിയാവുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ആ ഷെയർ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരസ്യത്തിന്റെ ആവശ്യമോ ഒന്നുമില്ല. ഒരു ജസ്റ്റ് നോട്ടീസ് മതിയാകും, അല്ലെങ്കിൽ ഇമെയിൽ മതിയാകും. അതിലൂടെ ആ ഷെയർ അവർക്ക് എന്താണ്? ഷെയർ വിറ്റ് പണം കണ്ടെത്താൻ സാധിക്കും. ലോ കോസ്റ്റ്, ചെലവ് വളരെ കുറവാണ്. ദെൻ അടുത്ത ഗുണം എന്താണ്? നോ ഡൈലൂഷൻ ഓഫ് കൺട്രോൾ. കൺട്രോൾ ഓഫ് ദി കമ്പനി റിമെയിൻ വിത്ത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനിയുടെ കൺട്രോൾ പുറത്തേക്ക് പോവില്ല. കാരണം പുതിയ ഷെയർ വാങ്ങുന്നതും കമ്പനിയിൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പോൾ നിലവിലുള്ള ആ ഭരണസമിതിക്ക് തന്നെ തുടരാൻ അതൊരു സഹായമാകും എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നാൽ എന്ത്? അത് ഞാൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നാൽ എന്തെന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രിഫറൻസ് ഷെയർസും ആ പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മാത്രം അതിന് ആൻസർ ആകും അല്ലെ. റീപേയിങ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പ്രിഫറൻസ് ഷെയർസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എഴുതിയാൽ മതി. അവിടെ ഡിബഞ്ചർ എന്നുള്ളത് പ്രിഫറൻസ് ഷെയർസ് ആക്കിയാൽ മതി പേര്. അത് നോക്കാം നമുക്ക്. നോക്കുക, ഇറ്റ് മീൻസ് റീപേയിങ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. This is done according to the terms of issue, either after a fixed period or earlier. അപ്പം എന്താണ്? നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടാകും ഇത്ര കാലത്തിനുള്ളിൽ ആ പണം, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കും എന്നുള്ളത്. അതനുസരിച്ച് പണം തിരിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അത് റിഡംഷൻ അറ്റ് മെച്യൂരിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും. ഓക്കെ, അപ്പൊ അത് എന്താണ്? നമ്മുടെ ടേംസ് ഓഫ് കണ്ടീഷനിൽ പറഞ്ഞതനുസരിച്ചായിരിക്കും അതിന്റെ റിഡംഷൻ കൊടുക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാ? വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം? സോറി, മെൻഷൻ ദ മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീം ചെയ്യാൻ ഏതൊക്കെ മെത്തേഡുകളുണ്ട് അല്ലെ? നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചതാണ്. 3 മെത്തേഡുകളേ ഉള്ളൂ അല്ലെ. ഏതൊക്കെയാണ്? റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് അല്ലെ. അതായത് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ്. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കമ്പനി റിഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് പുതിയ ഷെയർ ഇഷ്യൂ നടത്തി കണ്ടെത്തുന്നതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത്.
ദെൻ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് കമ്പനി പ്രിഫറൻസ് ഷെയറിനെ റിഡീം ചെയ്യുകയാണെങ്കിൽ അത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. ദെൻ അടുത്താണ് കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. അതായത് കുറച്ച് ഷെയർസ് കമ്പനി റെഡീം ചെയ്യുന്നത് പുതിയ ഷെയർ ഇഷ്യൂ നടത്തി കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ടും കുറച്ച് ഷെയർസ് കമ്പനി റെഡീം ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടും ആണെങ്കിൽ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് ആൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ 3 മെത്തേഡാണ് പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷന് ഉള്ളത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ്? സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് സിസ്റ്റം എവിടെയാണ് നമുക്കറിയാം അല്ലെ? എവിടെയാണ്? ഒരു ബാങ്കിങ് കമ്പനിയിൽ നടക്കുന്ന സിസ്റ്റമാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂസ് ജേണൽ ആണ് എന്നും നമ്മൾ അന്ന് ബാങ്കിങ്ങിന്റെ ചാപ്റ്റർ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലൂസ് ജേണൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താണ് പോസ്റ്റിംഗ് ചെയ്യുന്നത്, അതായത് ലെഡ്ജറിലേക്ക് എഴുതുന്നത് ജേണലിൽ നിന്നാണ്. ജേണൽ എൻട്രീസ് ചെയ്തു ആ ജേണൽ നോക്കിയിട്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് ആദ്യം ജേണൽ പ്രിപ്പയർ ചെയ്യുക, പിന്നെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിനോട് തന്നെ എന്താണ് ഫില്ല് ചെയ്തിട്ടുള്ള സ്ലിപ്പ്, ആ സ്ലിപ്പ് അവരുടെ എന്താണ് ഒരു ബേസ് ആക്കി ജേണലാക്കി മാറ്റുന്നു. ഓക്കെ, ആ ജേണൽ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ അക്കൗണ്ട്സിലേക്ക് എൻട്രി ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആൻസറിലേക്ക് നോക്കാം. It is a method of accounting where each transaction is recorded on individual slip. These slips are then used to update ledger account instead of directly posting from the journal. ജേണലിൽ നിന്ന് നേരിട്ട് എന്താണ് ലെഡ്ജറിലേക്ക് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ സ്ലിപ്പിൽ നിന്നും നേരിട്ട് ലെഡ്ജറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് എഴുതാം എന്താണ്? ദി സിസ്റ്റം ഫോളോഡ് ബൈ ബാങ്ക്സ്. ബാങ്ക്സ് ആണ് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. പിന്നെ ആ സ്ലിപ്സ് ആരാണ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ സ്ലിപ്സ് ആരാണ് എഴുതുന്നത്? സ്ലിപ്സ് റെഡിയാക്കുന്നത് അത് തന്നെയാണ് കസ്റ്റമേഴ്സ് തന്നെയാണ്. കസ്റ്റമേഴ്സ് തന്നെയാണ് എന്തെങ്കിലും സ്ലിപ്സ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കാവുന്നതാണ്. ദെൻ വാട്ട് ആർ നോൺ ബാങ്കിങ് അസറ്റ്? നോൺ ബാങ്കിങ് അസറ്റ് എന്നാൽ എന്താണ്? ബാങ്കിങ്ങിൽ നിങ്ങൾ ഇത് 2 രീതിയിൽ അവിടെ നോൺ പെർഫോമിംഗ് അസറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, നോൺ ബാങ്കിങ് അസറ്റും എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ പലപ്പോഴും തെറ്റിച്ച് പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് കാണാറുണ്ട്, തെറ്റിച്ച് എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ട് എഴുതും നോൺ ബാങ്കിങ് അസറ്റിന്റെ സ്ഥലത്ത്, നോൺ ബാങ്കിങ് അസറ്റിന്റെ സ്ഥലത്ത് നോൺ പെർഫോമിംഗ് അസറ്റും എഴുതും. ഓക്കെ, അപ്പൊ രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുവാൻ ആവശ്യമില്ലാത്ത എന്നാൽ ബാങ്കിന്റെ കൈവശമുള്ള അസറ്റിനെ വിളിക്കുന്ന പേരാണത് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ പെർഫോമിംഗ് അസറ്റ് NPA എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ബാങ്കിന് 90 ഡേയ്സ് മിനിമം 90 ദിവസമായിട്ട് പോലും എന്താണ് ബാങ്കിന് ഇൻട്രസ്റ്റോ പലിശ എന്താണ് മുതലോ പ്രിൻസിപ്പൽ എമൗണ്ടോ ലഭിക്കാത്ത ലോണ് അഡ്വാൻസസിനെ വിളിക്കുന്ന പേരാണ് NPA. ഇപ്പൊ രണ്ടും രണ്ടാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോൺ ബാങ്കിങ് അസറ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് നോൺ ബാങ്കിങ് അസറ്റ്. ഓക്കെ, these are assets acquired by banks when borrower failed to repay loans. For example, if a borrower cannot repay loan, the bank might take over their property or vehicle. അതായത് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ബിസിനസ് ചെയ്യുവാൻ വേണ്ടി ബാങ്കിന് അങ്ങനെ ഒരു എന്താണ് അസറ്റ് ബാങ്കിന്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ ബാങ്കിൽ നിന്നും പണം കടമെടുത്തു, ഞാൻ അതിന്റെ പണമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഗ്യാരണ്ടി ആയിട്ട് ചിലപ്പോൾ എന്റെ വീട് വെച്ചിട്ടുണ്ടാവും, എന്റെ സ്ഥലം വെച്ചിട്ടുണ്ടാവും, എന്റെ വെഹിക്കിൾ വെച്ചിട്ടുണ്ടാവും. അപ്പം പണം ഞാൻ അടയ്ക്കാത്ത സാഹചര്യത്തിൽ ബാങ്ക് എന്ത് ചെയ്യും? ആസെറ്റ് ജപ്തി ചെയ്ത് കൊണ്ടുപോകും അല്ലെ? അപ്പോൾ ആ അസറ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് നോൺ ബാങ്കിങ് അസറ്റ് ആണ്, അവരുടെ ബാങ്കിങ് ആക്ടിവിറ്റിയുടെ അസറ്റ് അല്ല അല്ലെ? അപ്പൊ അതാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, NPA എന്ന് പറഞ്ഞാലോ? NPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ദിവസമായിട്ട് തിരിച്ചടവില്ലാത്ത ലോണ് അഡ്വാൻസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? NPA എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റോ മുതലോ കിട്ടാത്ത ലോൺ അഡ്വാൻസസ്. ഓക്കെ, അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ 2022 നോൺ ബാങ്കിങ് അസറ്റ് ചോദിച്ചത് കൊണ്ട് ചിലപ്പോൾ 2023 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ NPA ആണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും ചിലപ്പോൾ നമുക്ക് ഈ വർഷം ചോദിക്കുന്നത് ചിലപ്പോൾ NPA ആയിരിക്കും, ചിലപ്പോൾ നോൺ ബാങ്കിങ് അസറ്റും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. അതായത് ഞാൻ പറഞ്ഞു ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ഈസ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓക്കെ. റിബേറ്റ് ആൻഡ് ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ വരും പഠിപ്പിച്ച സമയത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടവർ അത് പഠിച്ചിട്ടുണ്ടാവും. പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്കിങ്ങിന്റെ ചാപ്റ്റർ എടുത്ത സമയത്ത്. റിബേറ്റ് ആൻഡ് ബിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതായത് ബില്ല് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കയ്യിൽ പണമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. അപ്പോൾ വാങ്ങേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബില്ല് തയ്യാറാക്കി കൊടുക്കും. ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, ഒരു അവിടെ ടേംസ് ഓഫ് കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ അതിനകത്ത് പറയുന്നുണ്ടോ, ഓക്കെ. ആ കണ്ടീഷൻ അനുസരിച്ച് 3 മാസത്തിനുള്ളിലോ 4 മാസത്തിനുള്ളിലോ നിങ്ങൾക്ക് ഈ പണം തരാമെന്ന് പറയും. ഓക്കെ, നമ്മൾ ഗ്യാരണ്ടി ചെയ്ത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. അതാണ് ബില്ല് ഡോക്യുമെന്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൂടിയാണ്. കാരണം ആ ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, കൈമാറാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും സാധനം വാങ്ങിയിട്ടുള്ള വ്യക്തി എനിക്ക് തന്നു. ക്ലിയർ? പെട്ടെന്നൊരു ദിവസം എനിക്ക് പണത്തിന് ആവശ്യം വന്നു. ആവശ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കാരണം എൻ്റെ കരാർ പ്രകാരം അവൻ 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പണം തരുള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ പണം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ബാങ്കിനോട് പറയും, അവൻ 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം തരും. ഇപ്പോൾ തൽക്കാലം എനിക്ക് ഈ ഇൻസ്ട്രുമെന്റ് പ്രകാരമുള്ള അവൻ ഗ്യാരണ്ടി ചെയ്ത പണം ബാങ്ക് തരണം എന്ന് പറയും. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് ഒരു അവരുടെ ഒരു കമ്മീഷൻ, അവർ അതേ പണം നമുക്ക് തന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? അവർക്ക് ലാഭമല്ല. അപ്പോൾ ബാങ്ക് അവരുടെ ഒരു കമ്മീഷൻ പിടിക്കും. ആ കമ്മീഷനെയാണ് ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബിൽ ഡിസ്കൗണ്ട് ആണ് ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന പ്രോസസ്സാണ്, അതിൽ നിന്ന് ലഭിക്കുന്ന ഡിസ്കൗണ്ട് എമൗണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് എമൗണ്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക് മാത്രമുള്ളത് അല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാർച്ച് മാസമാണ് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ബില്ല് സബ്മിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് പണം മേടിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ബാങ്ക് ഒരു 500 രൂപ എന്ത് ചെയ്തു, ബില്ലിൽ നിന്നും ഡിസ്കൗണ്ട് കളക്ട് ചെയ്തു. പക്ഷേ ആ ബില്ല് എക്സ്പയർ ആകുന്നത് അടുത്ത വർഷം, മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ അടുത്ത വർഷമാണല്ലോ, അടുത്ത വർഷം മെയ്യിലാണ്. അതായത് 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മെയ് മാസമാണെങ്കിൽ ഈ 500 രൂപയിൽ എന്തുണ്ടാവും, മാർച്ചിലെ പോർഷൻ ഉണ്ട്, ഏപ്രിലിലെ പോർഷൻ ഉണ്ട്, മെയ്യിലെ പോർഷൻ ഉണ്ട്. അതിൽ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന അടുത്ത വർഷമാണ്. അപ്പോൾ ആ ഏപ്രിൽ മെയ്യിലെ പോർഷനെ വിളിക്കുന്ന പേരാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനും ചോദിക്കാം, ഇത് പ്രോബ്ലം ആയിട്ട് ഇത് ചോദിക്കാം, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ പാർട്ട് എയിലും ചോദിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ വായിക്കണമെന്നില്ല എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ഇവിടുത്തെ 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈഫ് ഫണ്ട്? ലൈഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നോക്കുക, ദ ലൈഫ് ഫണ്ട് റെപ്രസെന്റ് ദ ടോട്ടൽ മണി കളക്റ്റഡ് ബൈ എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഫ്രം പ്രീമിയം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പേ ഇൻഷുറൻസ് ക്ലെയിം, ബോണസ് ആൻഡ് അതർ എക്സ്പെൻസ്. ഒരു ഇൻഷുറൻസ് കമ്പനി പ്രീമിയം ആയിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇൻഷുററുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തു വെച്ചിട്ടുള്ള പണം, അതിനെയാണ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. കാരണം അയാളുടെ ലൈഫ് ഇൻഷുർ ചെയ്തതിനെ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പണമാണ്. ഓക്കെ, ആ പണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വ്യക്തി മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് മെച്യൂർ ആവുന്ന സമയത്തോ, അതായത് 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. മെച്യൂർ ആവുന്ന സമയത്തോ ആ പണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ സ്റ്റാൻഡേർഡ് അസറ്റ്? സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബാങ്കിങ്ങിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താ സ്റ്റാൻഡേർഡ് അസറ്റ്? നോക്കൂ, ദീസ് ആർ ലോൺ ഓർ അഡ്വാൻസസ് ഗിവൺ ബൈ ബാങ്ക് ദാറ്റ് ആർ ബീങ് റീപെയ്ഡ് റെഗുലർലി വിത്തൗട്ട് എനി ഡിഫാൾട്ട്. ഒരു ബാങ്ക് നൽകിയിട്ടുള്ള അഡ്വാൻസസ്, ലോണ്, അതിനെയാണ് ആ ലോണ് കൃത്യമായിട്ട് തിരിച്ചടവുള്ള, കൃത്യമായിട്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും യാതൊരുവിധ വീഴ്ചയും വരുത്താതെ കൃത്യമായി തിരിച്ചടവ് ബാങ്കിന് ലഭിക്കുന്ന ലോൺ ആൻഡ് അഡ്വാൻസസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പെർഫോമിംഗ് അസറ്റ് എന്നും പറയാറുണ്ട്. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്? ഓക്കെ, വാട്ട് ഈസ് എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കുക, ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ് the asset, liability and equity of a parent company and all its subsidiaries. It shows the overall financial position of a group as whole. അതായത് ശരിക്കും ഗ്രൂപ്പ് കമ്പനീസ് എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഒരുമിച്ച് ചേരുമ്പോൾ
ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഒരുമിച്ച് ചേരുമ്പോൾ ആ കമ്പനിയിൽ എന്തുണ്ടാകുന്നു? ആ കമ്പനി ഒരു പാരന്റ് കമ്പനി ആൻഡ് സബ്സിഡറി റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. ഓക്കെ, അതായത് ഏത് കമ്പനിയാണോ മറ്റേ കമ്പനി എന്ത് വിളിക്കും? സബ്സിഡറി കമ്പനി എന്ന് വിളിക്കും. ഏത് കമ്പനിയാണോ ഏറ്റെടുക്കുന്ന കമ്പനിയെ പാരന്റ് കമ്പനി എന്നും ഏറ്റെടുക്കപ്പെടുന്ന കമ്പനിയെ എന്ത് വിളിക്കും? സബ്സിഡറി കമ്പനി എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ആ പാരന്റിന്റെയും സബ്സിഡറി കമ്പനിയുടെയും ബാലൻസ് ഷീറ്റിനെ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ആ ഒരു ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കമ്പൈൻഡ് ബാലൻസ് ഷീറ്റിന് വിളിക്കുന്ന പേരാണ് എന്ത്? കൺസോളിഡേറ്റഡ് ഫിനാൻസ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതൊരു എസ്എ ചാപ്റ്ററും കൂടിയാണ്, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിർബന്ധമായിട്ടും അത് പഠിക്കേണ്ടതാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം പാർട്ട് എ 15 ക്വസ്റ്റ്യൻസ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി അതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, പാർട്ട് ബി. ഓക്കെ, ഇതൊരു പ്രോബ്ലം ആണ്. ഞാൻ ഈ പ്രോബ്ലം വായിക്കുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോബ്ലം എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ആ പ്രോബ്ലം ഞാൻ വായിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ എഴുതിയെടുത്തോളൂ, വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കൊണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. ഫോളോയിങ് ആർ ദ extract from the draft balance sheet of RAM Limited as on 31st March 2018. അതായത് താഴെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒരു ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, 2018 മാർച്ച് 31 രാം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 2 lakh ആണ്. ഇക്വിറ്റി ഷെയർസ് 2 ലക്ഷമാണ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അത് 2 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച്. ദെൻ 20 lakh ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 50,000. ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച്. ക്വസ്റ്റ്യൻസിൽ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ₹2 lakh, ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച്, 20 lakh ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ദെൻ 50,000 ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച്, ദെൻ റിസർവ് ഫണ്ട് എത്രയാണ്? 1 lakh. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയുണ്ട്? 80,000 ഉണ്ട്. അതായത് ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസിന്റെ എണ്ണം അവർ തന്നിട്ടുള്ളത് എന്താണ്? 20,000 എന്നുള്ളത് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളിടത്ത് ₹2 lakh എന്നാണ് ഇവിടെ എഴുതിയത് കേട്ടോ. ഈ ₹2 lakh എന്നുള്ളത് എന്നുള്ളത് അവർ മിസ്റ്റേക്കൺ ആയിട്ട് എഴുതിയതാണ്. അത് എണ്ണമാണ്. എന്നിട്ട് എമൗണ്ട് ആണ് ശരിക്കും ഇവിടെ ഉള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, എന്നാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. ഓക്കെ, ശരിക്കും ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് നമ്മുടെ കയ്യിൽ 2000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. അപ്പോൾ 2000 അല്ല 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 10 അങ്ങനെയാണ് 20 ലക്ഷം വരുന്നത്. ഓക്കെ, അതിൽ എന്താണ്? 50,000 ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്തിട്ടുള്ളൂ? ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 50,000 ഇൻറ്റു 10 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ വരെയുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ടുള്ളൂ. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? റിസർവ് ഫണ്ട് 1 ലക്ഷം രൂപയുണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എത്രയുണ്ട്? 80,000 രൂപയുണ്ട്. ക്ലിയർ? ഇനി എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഡിക്ലെയറിംഗ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഓഫ് 20% ഓൺ ഇക്വിറ്റി ഷെയർസ്. അതായത് കമ്പനി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അത് പ്രകാരം കമ്പനി ഇക്വിറ്റി ഷെയർസിന്റെ 20% ബോണസ് ഷെയർസ് നൽകാൻ തീരുമാനിച്ചു. ഓക്കെ, ടു ബി പ്രൊവൈഡഡ് ആസ് ടു 60,000 ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് 40,000 ഔട്ട് ഓഫ് റിസർവ് ഫണ്ട്. അപ്പോൾ ആ ബോണസ് ഷെയർസ് നൽകാൻ ആവശ്യമായിട്ടുള്ള പണം, ആ പണത്തിലേക്ക് 60,000 രൂപ എവിടെ നിന്ന് എടുക്കുന്നു? റിസർവിൽ നിന്ന് എടുക്കുന്നു. 40,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ബോണസ് ഷെയർസ് വേർ ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ ബോണസ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് നൽകുന്നത്. റൈറ്റ് ജേണൽ എൻട്രീസ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബോണസ് ഷെയർസിന്റെ ചാപ്റ്ററിനകത്ത് എന്താണ്? ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസും പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസും എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട് അല്ലെ? അപ്പം പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം?
പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസിനെ ആദ്യം ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? 50,000 ഇക്വിറ്റി ഷെയർസ് 50,000 ഇക്വിറ്റി ഷെയർസിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് എത്ര രൂപയാണ്? 10 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? 50,000 ഇക്വിറ്റി ഷെയർസിന്റെ കയ്യിൽ നിന്നും 8 രൂപ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അത് പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ആണ്. പക്ഷെ ഈ പ്രോബ്ലത്തിൽ 50,000 ഇക്വിറ്റി ഷെയർസിന്റെ കയ്യിൽ നിന്നും എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്? 10 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് ഫുള്ളി പെയ്ഡ് ആണ്. അപ്പോൾ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസിന് ബോണസ് കൊടുക്കുമ്പോൾ അതിനെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്നാണ് പറയാം. പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസിന് ബോണസ് കൊടുക്കുമ്പോൾ അതിനെ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയാം. ഓക്കെ, അറിയാമെന്ന് വിചാരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ ആ ചാപ്റ്ററിന്റെ ഭാഗം ആണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഓട്ടെ, ജസ്റ്റ് ഒന്ന് ഓർമ്മയിലേക്ക് റിവിഷൻ ഒരു ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ആ ഭാഗം ചാപ്റ്ററിലെ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബോണസ് ഷെയർസിന്റെ ആ ചാപ്റ്ററിനകത്ത് വരുന്ന ബോണസ് ഷെയർസിനകത്ത് ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി നോക്കി നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഇത്ര ആവശ്യത്തിനുള്ള കാര്യം മാത്രം പറയാം. ബോണസ് ഇഷ്യൂ ചെയ്യാനുള്ള ആവശ്യമായ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നു, അതൊക്കെയാണ് പറയുന്നത്. നോക്കിയിട്ട് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്, പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് അല്ലേ? അതായത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ബോണസ് ഷെയർസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഹോൾഡിംഗ് ഇറ്റ് ഈസ് കോൾഡ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. അതായത് നിലവിൽ ബിസിനസ്സിലുള്ള ഷെയറിന്റെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ട് എന്ത് ചെയ്യാണ്? ബോണസ് ഷെയർ നൽകുകയാണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയും. ദെൻ when bonus is applied for converting partly paid shares into fully paid shares, അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി മാറ്റാൻ, അതായത് കമ്പനി ഒരു 6 രൂപ ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇനി കളക്ട് ചെയ്യാൻ 4 രൂപ ഉണ്ടെങ്കിൽ കമ്പനി പറയും ആ 4 രൂപ നിങ്ങൾ തരണ്ട, പകരം ഞങ്ങൾ എന്ത് ആ 4 രൂപയുടെ 4 രൂപ ഞങ്ങൾ എടുത്തു വെച്ചോളാം, കമ്പനി എടുത്തു വെച്ചോളാം എന്ന് പറയും. അതിനെയാണ് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ബോണസിലെ പണം ഉപയോഗിക്കുക. അപ്പൊ അത് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയും. ക്ലിയർ? അതിന് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എന്താണ്? നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ ആവശ്യമായ ഫണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ആ ഫണ്ട് നമ്മൾ കണ്ടെത്തണം. ആ ഫണ്ടിൽ നിന്നും ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ ഏത് ഫണ്ടിൽ നിന്നാണോ നമ്മൾ ബോണസ് കൊടുക്കുന്നത് ആ ഫണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ആ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്ത എൻട്രിയിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് ടു ഷെയർ ക്യാപിറ്റൽ, അതായത് ആ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലെ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഷെയർ നൽകുന്നു. അതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യത്തെ എൻട്രി? എന്താണ്? ഏത് ഫണ്ടിൽ നിന്നാണോ നമ്മൾ ബോണസിന് ആവശ്യമായിട്ടുള്ള പണം എടുക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിന്റെ പേരാണ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്? ഈ ഫണ്ട് എടുക്കുന്ന ഫണ്ടിൽ നിന്നും ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് അതായത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സമയത്ത് എന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇത്രയേ ഉള്ളൂ അതിന്റെ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ പ്രീമിയത്തിൽ വരുമ്പോൾ എന്ത് വരും? അതുപോലെ തന്നെ പ്രീമിയത്തിൽ വരുന്ന സമയത്ത് വലിയ മാറ്റമൊന്നുമില്ല. ഈ എൻട്രി എടുക്കുന്ന സമയത്തുള്ള എൻട്രി സെയിം തന്നെയാണ്. ദെൻ എവിടെ മാറ്റം ഉണ്ടാകുക? ഷെയർ നൽകുന്ന സമയത്ത് അത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് വരും, പ്രീമിയത്തിലാണ് നൽകുന്നതെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ആ പ്രോബ്ലത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം എന്താണ്? കമ്പനിയുടെ കയ്യിൽ നിലവിൽ കമ്പനി ഇഷ്യൂ നടത്തിയിട്ടുള്ള എത്ര ഇക്വിറ്റി ഷെയർസ് ആണ്? എത്ര ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ നടത്തിയിട്ടുള്ളത്? കമ്പനി ഇഷ്യൂ നടത്തിയിട്ടുള്ളത് 50,000 ഇക്വിറ്റി ഷെയർസ് ആണ് അല്ലെ? കമ്പനിയുടെ തീരുമാനം എന്താണ്? കമ്പനിയുടെ തീരുമാനം എന്ന് പറയുന്നത്
20% എന്താണ് ബോണസ് ഷെയർ നൽകാനാണ് കമ്പനിയുടെ തീരുമാനം. 20% ബോണസ് ഷെയർ നൽകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ആ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് നുള്ളി പറക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ, നിലവിൽ എത്ര ഷെയർ ഉണ്ട്. ബോണസ് ഷെയറിന്റെ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നിന്ന് എടുത്ത് എഴുതേണ്ടത് എന്താണ്, നിലവിൽ എത്ര ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇഷ്യൂഡ് ഷെയർസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർസ് എഴുതിയാൽ മതി. എക്സിസ്റ്റിംഗ് ഇഷ്യൂഡ് ഷെയർസ് എത്രയുണ്ട് ഈ ക്വസ്റ്റ്യനിലെ? എത്രയുണ്ട്? ഈ 2 ലക്ഷമാണോ 50,000 ആണോ? ഏതെടുക്കേണ്ടത്? 2 ലക്ഷം ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. അതായത് കമ്പനിക്ക് മാക്സിമം പോയാൽ 2 ലക്ഷം ഷെയർസ് എന്ത് ചെയ്യാം, ഇഷ്യൂ നടത്താം. പക്ഷെ കമ്പനി ഇഷ്യൂ നടത്തിയത് എത്രയേ ഉള്ളൂ? 50,000 ഉള്ളൂ. അപ്പൊ എക്സിസ്റ്റിംഗ് ഇഷ്യൂഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50,000 ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ക്വസ്റ്റ്യനിൽ നിന്നും എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ എണ്ണം എത്രയാണ് എന്ന് എഴുതുക. ഓക്കെ. പിന്നെ കമ്പനി ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ കാണുക എന്താണ്, ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് എന്താണ് 2 ഷെയർ വീതം നൽകുന്നുണ്ടാകും. അല്ലെങ്കിൽ എന്താണ് 5:2 എന്താണ്, അല്ലെങ്കിൽ എന്താണ് 2 ഷെയർ അല്ലേ, അപ്പൊ 2:5 എന്നുള്ള റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, ബോണസ് ഷെയർ നൽകുന്നത് എന്ന് കമ്പനി ആ രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാം. അതിനർത്ഥം എന്താണ്, 2:5 എന്ന് പറയുമ്പോൾ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ബോണസ് ഷെയർ നൽകുന്നതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബോണസ് ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക. ഇതിപ്പോ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ അല്ല തന്നിട്ടുള്ളത്, പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യന് പകരം ഇനി നിങ്ങളോട് ഈ വർഷം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലായിരിക്കും. ഇതാണ് ഈ ഇവിടെ പെർസെന്റേജിന് പകരം റേഷ്യോ ആയിരിക്കും തരിക. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 2:5 എന്നുള്ള റേഷ്യോയിലാണ് ബോണസ് ഷെയർ നൽകുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ബോണസ് ഷെയറിന്റെ എണ്ണം കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ, ഇപ്പൊ ക്വസ്റ്റ്യനുള്ള പ്രകാരം അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 50,000 നിലവിലുള്ള ഷെയറിന്റെ എണ്ണം 50,000 ഇൻറ്റു റേഷ്യോ. ഒരു ഷെയറിന് കൊടുക്കുന്ന എത്രയാണ്? നിലവിലുള്ള 5 ഷെയറിൽ നിലവിൽ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ഷെയർ വീതം കൊടുക്കുന്നു എന്നാണ് 2:5 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്? ഇൻറ്റു 2/5. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്, നമ്മൾ പുതുതായിട്ട് നൽകുന്ന ബോണസ് ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത്. ക്ലിയർ? പക്ഷെ ഈ പ്രോബ്ലത്തിൽ എന്താണ്, നമുക്ക് ഇങ്ങനെ ഒരു റേഷ്യോ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ എന്താണ് റേഷ്യോ ഉപയോഗിച്ചിട്ടുള്ള ചെയ്യുന്നത്, നേരെ പെർസെന്റേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, കമ്പനി ഒരു നിയമം പാസാക്കി, ആ നിയമപ്രകാരം 20% ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ 50,000ന്റെ 20% കാണാം. 20% എന്ന് പറയുമ്പോൾ എന്താണ്, 20/100 ആണ് 20%. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ എത്രയായിരിക്കും 50,000ന്റെ 20% എന്ന് പറഞ്ഞാല്? കാൽക്കുലേറ്റർ ഒക്കെ എക്സാം കൊണ്ടുപോകല്ലോ, അപ്പം വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എത്രയാണ്? 1000 ആണ്. 1000 ഷെയർസ് ആണ് എന്ത്, പുതുതായിട്ട് നൽകുന്ന ബോണസ് ഷെയർസിന്റെ എണ്ണം. നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ഇഷ്യൂഡ് എത്രയാണ്? 1000 ഷെയർസ്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ പ്രകാരം 1000 ബോണസ് ഷെയർസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ നടത്തുന്നത്. ക്ലിയർ? ഇനി 1000 ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തണമെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആവശ്യമുണ്ട്, അത് നമ്മൾ എഴുതുക. അപ്പോൾ എമൗണ്ട് അടുത്ത ലൈനായിട്ട് കൊടുക്കേണ്ട എന്താണ്, എമൗണ്ട് റിക്വേർഡ്. എമൗണ്ട് റിക്വേർഡ് എത്രയാണ്? 1000 ഷെയർ അല്ലേ. അപ്പോൾ 1000 ഇൻറ്റു ഒരു ഷെയറിന്റെ വില എത്രയാണ്? 10. അപ്പോൾ 1000 ഷെയറിന് എത്ര രൂപ ആവശ്യമുണ്ട്? 1000 ഷെയറിന് 1000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്ര വേണം? 10,000 രൂപ വേണം. ഓക്കെ. 10,000 രൂപ നമുക്ക് ആവശ്യമുണ്ട്. ക്ലിയർ? നമുക്ക് ആവശ്യമുള്ളത് 10,000 രൂപയാണ്. പുതുതായിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ നമുക്ക് ആവശ്യമുള്ളത് 10,000 രൂപയാണ്. ക്ലിയർ? ഇനി നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ളത് എന്താണ്,
നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുവാൻ വേണ്ടിയിട്ട് എത്ര ഉപയോഗിക്കാം? നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുവാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു 40,000 രൂപയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 60,000 രൂപയും റിസർവിൽ നിന്ന് നമുക്ക് ഒരു 40,000 രൂപയും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് കമ്പനി. ഓക്കെ, പക്ഷേ അതും ഈ ക്വസ്റ്റ്യനിൽ ഉള്ള മിസ്റ്റേക്ക് ആണ്. അത് ഞാനിപ്പം നിങ്ങൾക്ക് തിരുത്തി തരികയാണ്. ഓക്കെ, 60,000 അല്ല, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. എമൗണ്ട് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. അതായത് നിങ്ങളോട് പറഞ്ഞത് ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നത് അവർ ഉദ്ദേശിച്ചത് എത്രയാണ്? എന്താണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഒരു 6,000 രൂപ എടുക്കാനും റിസർവിൽ നിന്നും ഒരു 4,000 രൂപ എടുക്കാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് 6,000 പ്ലസ് 4,000 എത്രയാണ്? 10,000 രൂപ. നമ്മുടെ ആവശ്യം 10,000 ആണ്. ആ 10,000 രൂപ നമുക്ക് ആയി. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. ഇനി നമുക്ക് ജേർണൽ എൻട്രി ചെയ്താം. അപ്പൊ അങ്ങനെ ജേർണൽ എൻട്രി എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് എൻട്രി എന്താണ്? നമ്മളിവിടെ പഠിച്ചു അല്ലെ? ഫസ്റ്റ് എൻട്രി എന്താണ്? ഏത് ഫണ്ടിൽ നിന്നാണോ നമ്മൾ എന്തെടുക്കുന്നത്, ഫണ്ട് എടുക്കുന്നത്, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ആ ഡെബിറ്റ് ചെയ്യുന്നു ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത്? ജേർണൽ എൻട്രി എന്താണ്? ഏതൊക്കെ ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത്? ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെറ്റർ എത്രയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഉള്ളത്? 6,000 അല്ലെ? 6,000. ദെൻ നമുക്ക് മൊത്തം 10,000 വേണം. അപ്പൊ ബാക്കി എവിടെ എടുക്കണം? ബാക്കി റിസർവ് അക്കൗണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ബാക്കി റിസർവ് എടുക്കണം. റിസർവ് അക്കൗണ്ട്, ഡെറ്റർ എത്രയാ? 4,000. ഓക്കെ, ടു അതിനെ എങ്ങോട്ടാ മാറ്റേണ്ടത്? ടു ബോണസ് കൊടുക്കാനുള്ള അക്കൗണ്ടിലേക്ക്. അതിന്റെ പേരെന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് എന്നാണ് ആ അക്കൗണ്ടിന്റെ പേര്. ടു ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട്. കാരണം ഷെയർ ഹോൾഡർക്ക് ബോണസ് കൊടുക്കാനുള്ള അക്കൗണ്ട്, അതാണ് അതിനർത്ഥം. ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര മാറ്റുന്നു? 10,000 രൂപ. കാരണം നമുക്ക് 10,000 രൂപ വേണം എന്തിന്? ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ. ഓക്കെ, അപ്പൊ ആ അക്കൗണ്ടിലേക്ക് മാറ്റി. ഒന്നാമത്തെ ജേർണൽ എൻട്രി അതാണ്. രണ്ടാമത്തെ എൻട്രി എന്താണ്? രണ്ടാമത്തെ എൻട്രി ആ അക്കൗണ്ടിൽ നിന്നും ആ പണം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ നടത്തണം. അപ്പൊ എന്താ രണ്ടാമത്തെ എൻട്രി? ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിലെ പണം ഉപയോഗിക്കുക. അപ്പൊ ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട്, ഡെറ്റർ ആ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? ആ അക്കൗണ്ടിൽ 10,000 രൂപയുണ്ട്. ടു ആ 10,000 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ കൊടുക്കുകയാണ്. അപ്പൊ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആണ്. എത്ര എമൗണ്ട് വന്നു? 10,000. ഓക്കെ, 2 എൻട്രി വരുന്നുള്ളൂ ഈ പ്രോബ്ലത്തിൽ. അപ്പം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എത്ര സിമ്പിൾ ആയിട്ട് 5 മാർക്ക് കിട്ടിയെന്ന് നോക്കി. ആകെ എത്ര എഴുതാനുള്ളൂ അല്ലെ? എന്തൊക്കെ കാര്യം ക്വസ്റ്റ്യൻ നിന്ന് വായിച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് മാത്രം. ക്ലിയർ? അപ്പം ഈ ബോണസ് ആൻഡ് റൈറ്റ് ഷെയർസ് ഉള്ള ചാപ്റ്റർ നിസ്സാരമാക്കി കളയരുത്. ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. അതിൽ നിന്നും പാർട്ട് എയിൽ ചോദ്യം ചോദിക്കാം, പാർട്ട് ബിയിലും നമുക്ക് ഇതുപോലെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ആ ഭാഗത്ത് ഉണ്ട്. ഓക്കെ, ഈ ഭാഗം ക്ലിയർ ആണോ?